നമുക്ക് വലിയ പ്രശ്നമാകും ചേട്ടാ. ചേട്ടാ ഇത്ര നാൾ നമ്മൾ ഇവിടെ കിടന്ന് പറ്റിച്ചോണ്ടല്ലോ. വേലുവല്ല വാസുവാ. എന്താണ് നീ ഇപ്പൊ പറഞ്ഞത്? ബുദ്ധിയുടെ വേഗം കൂടിയിരിക്കുന്നു, അരിവാളിന്റെ വേഗത കുറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ സംശയിച്ചത്. ശാന്തി, അയ്യോ അയ്യോ, അകത്തേക്ക് വാ ചേട്ടാ. ചതിയായി പോയല്ലോ മോളെ. മുത്തശ്ശീനെ ഒന്ന് വന്ന് കാണു ചേട്ടാ. ചക്രവാണിയുടെ ചങ്കെടുക്കാതെ ഞാൻ ഇനി മുത്തശ്ശിയുടെ മുഖത്ത് നോക്കില്ല. ചേട്ടാ, നമ്മുടെ കയ്യിലുള്ള റെക്കോർഡ് വെച്ച് ചക്രമണിക്കെതിരെ കേസെടുത്തുകൂടെ വാസു? എനിക്ക് കിട്ടാത്ത ഷുഗർ ഫാക്ടറി വേറെ ആർക്കും കിട്ടരുത്. ഞാൻ ഈ നാട് വിട്ടു പോകാൻ സമയമായിരിക്കുന്നു. ഇനി അവന്റെ നാട്ടിലെ ജനങ്ങളൊക്കെ മരിക്കണം. നമ്മൾ ഇതുവരെ എടുത്ത സ്റ്റെപ്സിന് അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുവെന്ന് ഒന്ന് സ്റ്റഡി ചെയ്യണം. ഷുഗർ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന അവന്റെ ഗ്രാമത്തിലുള്ള എല്ലാവരെയും 2 മണിക്ക് ഷിഫ്റ്റിലേക്ക് മാറ്റാൻ പറ. ജോലി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ബോംബ് പൊട്ടണം. ബോംബ് പൊട്ടി ശബ്ദം കേട്ട് നാട്ടുകാരെല്ലാം ഫാക്ടറിയിൽ ഓടാൻ തുടങ്ങും. ആ നേരത്ത് വേലുവിന്റെ വീട്ടിൽ കയറി എല്ലാവരെയും കണ്ടം തുണ്ടമായി വെട്ടാൻ പറ. നാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ ഉടനെ ഇൻഫോം ചെയ്യണം. നമ്മുടെ ആൾക്കാർ അവരെ വെട്ടുമ്പോ ശത്രുതയോടെ വെട്ടില്ല, അവിടെ സഹതാപം തോന്നും. പുറത്തുനിന്ന് ആള് വന്നെങ്കിലും ശരിക്കും വെട്ടു. ശരി ചേട്ടാ, നീ ഒന്ന് സമാധാനിക്ക, നമുക്ക് പോവാന്ന്. എന്നെ കൊണ്ട് സമാധാനിച്ചിരിക്കാൻ വയ്യെന്ന് ഞാൻ ചെന്ന് അവരോട് ചോദിക്കാൻ പോവാ. സ്വന്തം തള്ള കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ആരാ തരാതിരിക്കുക? നിങ്ങളൊന്ന് എഴുന്നേറ്റ് വാന്നേ. എടാ ചക്രപാണി, നീ എടാ മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്? വാസു, ഇപ്പോഴാടാ എനിക്കെല്ലാം മനസ്സിലായത്. ഞാൻ ആരാ, എന്റെ ശക്തി എന്താണെന്ന് ഇപ്പൊ കാണിച്ചു തരാടാ. ആ ഗ്രാമത്തിലുള്ള എല്ലാ വീട്ടിലും കരച്ചിൽ കേൾക്കാം, നിന്റെ വീട്ടിൽ മാത്രം കേൾക്കില്ല. കാരണം നിന്റെ വീട്ടിൽ കരയാൻ ജീവനോടെ ആരും ഉണ്ടാകില്ലടാ. നീ വലിയ ഡിക്റ്റേറ്റീവ് ആണെന്നല്ലേ പറഞ്ഞത്? പറ്റുമെങ്കിൽ മണം പിടിച്ച് പോയി കണ്ടുപിടിക്കടാ. പോ. ഞാൻ നാട്ടിലുള്ള വാസു. നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാത്രി 2 കുറ്റവാളികളെ ഷുഗർ ഫാക്ടറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എവിടുത്തുകാരാ? ഏതോ ഹിന്ദിക്കാരെന്നാ പറയുന്നത്. ഹിന്ദിക്കാർ ഷുഗർ ഫാക്ടറിയിൽ മോഷണം നടത്തിയെന്നു. ശരി, ഞാൻ വിളിക്കാം. വെക്കേ. ഷുഗർ ഫാക്ടറിയിൽ അവരെന്ത് മോഷ്ടിക്കാനാ? അവിടെ കാശുണ്ടായിരിക്കില്ലല്ലോ. അവിടെ പഞ്ചസാരേ ഉള്ളൂ. അല്ലെങ്കിൽ ടൂൾസ് മെഷീൻ മോഷ്ടിക്കുമായിരിക്കും. പഞ്ചസാര ഇരുമ്പത് മോഷ്ടിക്കാൻ ഇത്രയും സെക്യൂരിറ്റി മറികടന്ന് വരേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഞങ്ങൾ ചോദിച്ചനിയാ. നാട്ടിലുള്ള ആരും രാവിലെയും രാത്രിയിലും ജോലിക്ക് പോയിട്ടില്ല കമ്പനിയിലോട്ട്. എല്ലാവർക്കും ഉച്ചയ്ക്ക് 2 മണിക്ക് ഷിഫ്റ്റാ പറഞ്ഞിരിക്കുന്നത്. 200 പേർക്ക് എങ്ങനെയാ 2 മണി ഷിഫ്റ്റ് കൊടുക്കുന്നത്? വാസു, ഇതെന്തോ പെർപ്പസ് ആയിട്ട് എല്ലാവരെയും അവോയ്ഡ് ചെയ്ത പോലെ തോന്നുന്നു. എനിക്ക് അവോയ്ഡ് ചെയ്ത പോലെ തോന്നുന്നില്ല. മനഃപൂർവ്വം അസംബ്ലി ചെയ്യാനുള്ള പ്ലാൻ പോലെയുണ്ട്. SP ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ചീഫ് SP യോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദ്യം ചെയ്തോളൂ. तुम लोग हिंदी वाले हैं क्या? हाँ जी. आपका नाम? ചോപ്ര. റാക്കിസ്. അയ്യോ അമ്മേ, അയ്യോ അമ്മ എന്നുള്ളത് ഹിന്ദി ആണോടാ? അയ്യോ പറയടാ, ഷുഗർ ഫാക്ടറിയിൽ എന്താണ് പോയത്? പറയാൻ. പറയാൻ. ഷുഗർ ഫാക്ടറിയിൽ ബോംബ് വെച്ചിട്ടുണ്ട്. 2 മണിക്ക് അത് പൊട്ടും. ഉടനെ ബോംബ് സ്ക്വാഡിനെ ഇൻഫോം ചെയ്യേ. എല്ലാവരും വേഗം വാ. വേലു, ഒരു സീരിയസ് കാര്യമുണ്ട്. എന്താടാ വേണ്ടത് നിനക്ക്? ഫാക്ടറിയിൽ ബോംബ് വെച്ചിട്ടുണ്ട്. എല്ലാവരും വേഗം പുറത്തേക്ക് പോ. എല്ലാവരും വേഗം പോവാൻ. വേഗം വേഗം പോകട്ടെ. നമുക്കെല്ലാം കമ്പനിയിലേക്ക് പോവാം. എല്ലാവരും വാ. വേഗം വാടാ, വേഗം വണ്ടി എടുക്കാൻ. ഒരാളെ പോലും വിടരുത്. എല്ലാരും പുറത്തേക്ക് അയക്കേ. ഹലോ, വേഗം ഫോൺ കൊണ്ട് ടെറസിന് മേലെ പോ. നീ പോ, ഞാൻ പറയാം. പോയി. അമ്മേ, ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് വേണം. ദയവ് ചെയ്ത് തന്നേക്കമ്മേ. രാമായണത്തിൽ പോലും ഒരമ്മ മകനെ പിരിഞ്ഞത് 14 വർഷമായിരുന്നു. പക്ഷെ ഞാൻ മേലെ പോ. എല്ലാവരും ചെക്ക് ചെയ്യേ. നോക്കാം, ഇപ്പൊ നോക്കിയിട്ട് പറയാം.
ആ വേലു വേലു, മുക്കുട്ടി തെരുവിൽ കൂടെ രണ്ടുപേര് വരുന്നുണ്ട്. വീടിന് ചുറ്റും നോക്ക്, ഫോൺ കട്ടിയിരുത്. വേലായുധന്റെ വീടിന് മുമ്പിൽ രണ്ടുപേര് ഒളിച്ചിരിപ്പുണ്ട്. ആ ശരി, ഓക്കെ. അമ്പലത്തിന്റെ സൈഡിൽ രണ്ടുപേര് ഒളിച്ചിരിപ്പുണ്ട്. സാർ അതിന് മുകളിലുണ്ട് സാർ. എല്ലാരും വേഗം പോ. എന്നെ വിട്. അപകടമാണ് സർ, ഡേഞ്ചർ. മോനെ വാസു, ചക്രവാണി എവിടെടാ? അദ്ദേഹത്തിന്റെ റൈസ് മില്ലിൽ ഒളിച്ചിരിക്കുവാ. എന്താണ് ഇതുവരെയായിട്ടും ബോംബ് പൊട്ടാത്തെ? മണി 2:30. അന്നല്ലേ ഉന്നാര മോനെ വാടാ. പുറത്തൊരു നായി എച്ചിൽ തിന്നുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ അകത്തൊരു നായി നല്ല ചോറ് തിന്നുവാന്ന്. ഓടി ഒളിക്കുമായിരുന്നല്ലേ? ഞാൻ പറയുന്നേക്ക്. വിട്. വേലു വേണ്ട. വേലു വേണ്ട, ഞാൻ പറയുന്നേക്ക്. പ്ലീസ് വേലു വിടാ. സ്വന്തം അച്ഛനമ്മയ്ക്ക് അവകാശമുള്ളത് അതുകൊണ്ട് ചോദിക്കുന്നു. കൂട്ടിക്കൊണ്ട് പൊയ്ക്കോ, കൊണ്ടുപോയിക്കോ. ഞങ്ങളെയൊക്കെ കണ്ട അവനൊരിക്കലും വരില്ല. അതുകൊണ്ട് മുൻവശത്ത് പോയിട്ട് ആ വഴിക്ക് തന്നെ അവനെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോ മക്കളെ. വേലു
കുടുങ്ങിയല്ലടാ, ചാവാൻ തയ്യാറായിക്കോ. അവനെ വെട്ടരുത്, അവൻ ചാവാൻ പാടില്ല. ഞാൻ എന്തിനാ വെട്ടുന്നേ? അവനിപ്പോ ചാവൂടാ. ഇല്ല, അവൻ ഞാൻ രക്ഷപ്പെടുത്തും. ഞാൻ സ്റ്റേഷനിൽ പോയി ലിവർ റിലീസ് ചെയ്യാൻ പറയാം. നീ അവനെ ഒന്നും ചെയ്യില്ല വേലു. എന്റെ കൈ കൊണ്ട് നിന്നെ കൊന്ന പാപം എന്റെ കുടുംബത്തിൽ വരരുതെന്ന് കരുതിയാ ദൈവം നിനക്ക് ഇങ്ങനെ ഒരു പണി തന്നത്. ദൈവം തൂണിലും തുരുമ്പിലും ഇരുമ്പിലും ഉണ്ടാവൂടാ. അതാടാ ദൈവം നിനക്ക് ഇരുമ്പിൽ തന്നെ പണി തന്നത്. മനുഷ്യന് മാത്രമല്ല, മരം, മണ്ണ്, ചെടി, കൊടി എല്ലാത്തിനും ഉണ്ടാ വികാരം. നിനക്ക് മാത്രം എന്താടാ അതൊന്നും ഇല്ലാതെ പോയത്? അവൻ വന്ന് രക്ഷിക്കൊന്നും വിചാരിക്കണ്ട. ട്രെയിൻ ഇടിക്കാതെ നീ രക്ഷപ്പെട്ടാലും ഞാൻ നിന്നെ വിട്ടോടാ. മരണത്തെ പേടിച്ച് ഓടുന്നവനാണ് ചക്രവാണി എന്ന് വിചാരിച്ചോ? ഞാൻ അങ്ങനെയൊന്നും ചാവുന്നവനല്ലടാ. സിഗ്നൽ ലോക്കായി മോനെ. ഇനി അത് മാറ്റി കഴിഞ്ഞാൽ ട്രെയിൻ വലിയ അപകടം ഉണ്ടാവും. ട്രെയിൻ എന്റെ മേത്ത് ഇടിച്ചാ ട്രെയിനും തീരും, അതിനകത്തുള്ളവരെല്ലാരും തീരും. അതിലുറപ്പായിട്ടും നിന്റെ ആൾക്കാർ 20 പേരുണ്ടാകില്ലേ? എനിക്കത് മതിടാ. നാട്ടിൽ ബോംബ് വെക്കാം, കാറിൽ ബോംബ് വെക്കാം, വീട്ടിൽ ബോംബ് വെക്കാം. പക്ഷെ ഞാൻ അവിടെ വച്ചേന്ന് നിനക്കറിയടാ. നോക്കടാ. അടുത്ത് വന്നാ ഒരേ ഒരു ഞെക്ക് ഞെക്ക് ഞാൻ. നീ ജീവനോടെ ഉണ്ടാവണം. ചക്കരപാണി അത് ചെയ്തെന്ന് പുറത്ത് പറയാൻ നീ ഒരു സാക്ഷി ഉണ്ടാവണം. അത്രയും പേര് ചാവണമെന്ന് നീ കാണണം. ഈ ബോംബും കൊണ്ട് നിന്റെ വീട്ടിൽ കയറുന്ന ഞാൻ വിചാരിച്ചത്. ഇപ്പോഴാണ് അതിനൊരു അവസാനമായത്. എവിടെയോ ജനിച്ച് ഇവിടെ വന്ന് എച്ചിച്ചോറ് തിന്ന് വളർന്ന നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ പണവും പ്രതാപവും ചോരയും കണ്ട് ഈ നാട്ടിൽ ജനിച്ച് വളർന്ന എനിക്ക് എത്രത്തോളം അഹങ്കാരം ഉണ്ടാവണം. അവനെ വിട്ടരുത്. അമ്മേ, ഒന്നുമില്ല അച്ഛാ. അവര് മോനെ കൂട്ടിക്കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. എന്റെ പൊന്നു മോനെ അവര് എനിക്ക് തന്നെ തന്നു. എന്താ അമ്മേ പറയുന്നേ? സന്തോഷത്തോടെയാണ് മോനെ പറഞ്ഞത്. അവര് മക്കളെ പ്രസവിച്ചതല്ലേ, അവർക്ക് ആ വേദന അറിയാടാ മോനെ. മുത്തശ്ശി, അയ്യോ മോനെ, എടാ മുത്തശ്ശി പുറത്തേക്ക് വരാൻ. വെളിച്ച, ശാന്തി, എല്ലാവരും എന്തിനാ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്നേ? പുറത്തേക്ക് വാ, ഇറങ്ങി വരാൻ. എന്നോട് എന്തിനാ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറയുന്നേ? വല്യച്ഛ, ഇത് വല്യച്ഛന്റെ തീരുമാനമാ? ഓ, ഇതെല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ, എല്ലാം അവസാനിച്ചു അല്ലേ? എനിക്ക് ജന്മം നൽകിയവർ എനിക്ക് വേണം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് കാരണം എന്നെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാൻ തീരുമാനിച്ചു അല്ലേ? ശരി, പോയേക്കാം. ഈടുവിട്ട് ഞാൻ പോവാ. പക്ഷെ എന്റെ മുഖത്ത് നോക്കി പോന്ന് നിങ്ങൾ പറയണം. പറയും മുത്തശ്ശി, പറയും മുത്തശ്ശി, മുത്തശ്ശി പറയാൻ പറയേ. എന്നെ കൊണ്ട് പറ്റില്ല മോനെ, പറ്റില്ല. ഞാൻ ഒരിക്കലും പറയില്ല. പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല മുത്തശ്ശി. ഞാൻ പോകുന്നില്ല. അമ്മേ, വേണ്ട അമ്മേ. വേലു ഇവിടെ തന്നെ നിൽക്കട്ടെ അമ്മേ. വേലു അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പാതി അവന് പാതി സ്നേഹമല്ലേ അമ്മ കൊടുത്തിട്ടുണ്ടാവുക. എന്നാൽ അവര് മൊത്ത സ്നേഹവും വേലുവിനാണ് അമ്മയെ കൊടുത്തത്. വേലു ഇവിടെ നിന്നാലും ശരി, എവിടെയായിരുന്നാലും ശരി, അവൻ അമ്മയുടെ മകൻ തന്നെയാ. അതാരെ കൊണ്ട് മാറ്റാനാവില്ല. എന്നാൽ അവൻ അമ്മയുടെ കൂടെ വന്നാ അവൻ ഇവരുടെ മകൻ അല്ലാതാവും അമ്മേ. ഒരു നാടിന് വേണ്ടി ഒരു കുടുംബത്തെ ത്യാഗം ചെയ്യാം, ഒരു കുടുംബത്തിന് വേണ്ടി ഒരു കുഞ്ഞിനെ ത്യാഗം ചെയ്യാം. അമ്മയ്ക്ക് അമ്മയുടെ മകനെ ത്യാഗം ചെയ്തൂടെ അമ്മേ? വേലു ഇവിടെ നിന്നോട്ടെ അമ്മേ. വേലു ഇവിടെ നിൽക്കട്ടെ അച്ഛൻ. കരയണ്ട, ആരും കരയണ്ട. അന്നെന്റെ കുഞ്ഞ് കാണാതെ പോയപ്പോ എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച്
അതിനുശേഷം എന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കണ്ടാ മതിയെന്നാ ഞാൻ വിചാരിച്ചത്. അവസാനം എന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞാ മതിയെന്നായിരുന്നു. എന്നാൽ എന്റെ മുൻ രാജകുമാരനെ പോലെ ജീവിക്കാന്ന് കാണുമ്പോ എനിക്കെന്ത് സന്തോഷം എന്നറിയോ? ഇത് മതി. നിങ്ങൾക്കെല്ലാവർക്കും അവനോട് എത്ര ജീവനാന്ന് ഞാൻ കണ്ടു. ഞാൻ മരിച്ചാലും സാരമില്ല. അമ്മേ, 3 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ ഞാൻ അറിയാതെ നഷ്ടപ്പെട്ടപ്പോ 27 വർഷം കൊണ്ട് ഞാൻ ആ ദുഃഖം അനുഭവിക്കുക. നിങ്ങൾ 27 വർഷം അവനെ വളർത്തിയിട്ട് അറിഞ്ഞുകൊണ്ട് അവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ട ജീവിതകാലം മുഴുവനും നിങ്ങൾ ദുഃഖിക്കൊണ്ട് വരും. അതെനിക്ക് കാണണ്ടമ്മേ. എന്റെ മോനെ എന്റെ അമ്മ തന്നെ വെച്ചോളൂ അമ്മേ. എന്റെ മുൻ സുഖമായി ജീവിക്കട്ടെ. സന്തോഷായി മോളെ. ശരി.